എടുക്കല ഓനെ നമുക്ക് പിന്നെ എടുക്കാം. ഐറ്റികൾ ഇപ്പൊ പോയിക്കോട്ട്. ആരോ സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറി. വീടിന്ന് തച്ചാ ശരിയാവില്ല, പുറത്തുനിന്ന് പിടിക്കാം അവരെ. പോവാ. ആ സുധാകരൻ്റെ പള്ളക്കിട്ടിട്ട് തുളസി 2 കൊടുത്തിട്ടുണ്ട്. ഓൻ 2 ദിവസത്തേക്ക് മൂത്രം വയ്ക്കൂല. നോക്കി ആ കാലില് ബലം കൊടുക്കലടോ. നോക്ക്. ഞൊണ്ടിക്കോ 2 കിട്ടിയപ്പോ സമാധാനായില്ലേ? ഞാൻ അപ്പോളെ പറഞ്ഞു അവിടെ പോണ്ടെന്നു. വടക്കേ കാവിലെ തെയ്യത്തിന് ഇന്നേ വരെ ഒരു കച്ചറ ഉണ്ടായിട്ടുണ്ടോ കോയിന്നാട്ടാ? ഇവിടെ കാവും കളിയട്ടല്ല ഇപ്പൊ വിശ്വാസം ഇല്ലാത്തവരുടെ കൈമല അവര് തല്ലുണ്ടാക്കും. അതിന് ആടെ പോയി നമ്മൾ തല വെച്ച് കൊടുക്കണം. നോക്കട്ടെ. ഇല്ലപ്പാ, വെറുതെ പേടിപ്പിക്കല്ല. വെളിച്ചാവുമ്പോ ബട്ടനെടുത്ത് പോയി കാണിക്ക്. ഞാൻ എന്നാ വീട്ടിലേക്ക് പോട്ടെ. നീ ഇടപ്പോ നേടം പോണ്ട, ഇവിടെ കിടന്നായി. അമ്മായി ഞാൻ പോന്നേ. ബന്ദ്രട്ടാ കാല് സ്ലിപ്പായോണ്ടാ വല്ല ഓൻ്റെ ഒക്കെ ഒന്ന് വെച്ചെന്നുണ്ടല്ലോ. 5-6 കൊല്ലം കുയിക്കളരിന്നും പറഞ്ഞ് നടന്നല്ലാടാ ഈ. എന്താടാ തെയ്യം നേരത്തെ കഴിഞ്ഞു? ഞാൻ പെട്ടെന്ന് വന്നു. The number you are calling is either unreachable or switched off at the moment. Please try again later. ചാടിക്കില്ല, ഒരു കാല് മെല്ലനെ മെല്ലനെ ഈട്. ഒരു സെക്കൻഡ്. അയ്യോ സ്വാമി, നോക്കി ഉയിൻ്റെപ്പാ. കാലിൻ്റെ മുട്ടിലൊന്ന് വേന ആടെ കിടക്ക്. ನೀವು ಪ್ರಸ್ತುತ ಪ್ರಯತ್ನಿಸುತ್ತಿರುವ ಸಂಖ್ಯೆ ಸದ್ಯ ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಲ್ಲಿ ದೊರಕುತ್ತಿಲ್ಲ ಅಥವಾ ಸ್ವಿಚ್ ಆಫ್ ಆಗಿರಬಹುದು. ನೀವು ಪ್ರಸ್ತುತ ಪ್ರಯತ್ನಿಸುತ್ತಿರುವ ಸಂಖ್ಯೆ ಸದ್ಯ ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಲ್ಲಿ ചായ എടുക്കട്ടെ? വേണ്ട. നിനക്ക് ചായ വേണ്ടല്ലോ? എന്നാ ഒന്ന് എടുത്തോ. നീ എന്താ നേരത്തെ വന്നേ? ഇത് തീർക്കണ്ടേ? ഓ, ശരിക്കും നിന്റെ പ്രശ്നം എന്താ? ഡി, ഞാൻ ഒരു പൊട്ടിയാണെന്ന് നീ വിചാരിക്കരുത്. നിന്നെ കണ്ടറിയാൻ നീ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ തന്നെ 3 തവണയായി ആനന്ദ് എന്നെ വിളിക്കുന്നു. നീ എന്താ അവന്റെ ഫോൺ എടുക്കാത്തെ? അവനാണോ അതിനെ അടി ഉണ്ടാക്കിയത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നിനക്ക് എന്താ അവന്റെ ഫോൺ എടുത്താ? എനിക്ക് എടുക്കാൻ തോന്നിയില്ല. നിനക്ക് അവനെ ഇഷ്ടമല്ലേ?
നീ ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. അവൻ്റെ സംസാരം കേട്ടാൽ തന്നെ സങ്കടം വരും. കണ്ണൂരിലെ കാര്യം എനിക്കറിയാത്തോണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നടക്കുക ആൾക്കാർ. ഇതൊന്നും നിനക്ക് നേരത്തെ അറിയാൻ പാടില്ലായിരുന്നോ? കുറച്ച് നാളായിട്ട് എല്ലാം മറന്നിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി എല്ലാം ഓർത്തെടുത്ത്. അവൻ അവൻ്റെ ലൈഫായിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ. ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, കറക്റ്റ് ചെയ്യാൻ ലേറ്റ് ആയിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. അവൻ വീണ്ടും വിളിക്കുന്നു. എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞേക്ക് പ്ലീസ്. ഹലോ ആനന്ദ്, നീ ഇനി ഐശ്വര്യ വിളിക്കണ്ട. അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓൾ ഓവർ. ಹೇಳೋರಿಲ್ಲ ಕೇಳೋರಿಲ್ಲ ನನಗೆ ನಾನೇ ರಾಜನು 1 2 3 ವಿಷ್ಣುವರ್ಧನ. എന്താണ് ലൈറ്റ് ഒന്നും ഇടാതെ? അടിച്ചാലോ? വേണ്ട. വേണ്ടേ? ഇതെങ്ങനെ ഒറ്റക്കടിക്കാൻ അധികം? ഇവിടെ ആരും ഇല്ലേ? ഇല്ല, എല്ലാവരും ജോലിക്ക് പോയി. ഇപ്പോഴാ കിട്ടിയേ? ഇപ്പോഴാ അയച്ചു. കേശവനെ വിളിച്ചപ്പോൾ നീ ഓഫീസിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു. എന്തു പറ്റി, വയ്യേ? ചെറിയ തലവേദന. പനിയുണ്ടോ? ഇല്ല. എന്നെ ശരിക്കും ഇഷ്ടമാണോ? ആധാർ കാർഡ് ഉണ്ടോ? എന്തിനാ? ഈ വീടിന്റെ വാടക ഷീട്ട് നിന്റെ പേരിലല്ലേ? ഇതെല്ലാം എന്തിനാ? അടുത്ത ആഴ്ച അമ്മ എൻ്റെ കല്യാണം തീരുമാനിക്കാൻ പോവാ സുധാകരേട്ടനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതിന് മുമ്പ് കല്യാണം അയക്കണം. എനിക്കറിയായിരുന്നു നീ ഇതേ പറയുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം രജിസ്ട്രേഷൻ ഓഫീസിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു വരാം. ഈ പെട്ടെന്ന് ഇങ്ങനെല്ലാം പറഞ്ഞാൽ വീട്ടിലറിയിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിക്കും. വീട്ടുകാർക്കും പാർട്ടിക്കാർക്കും സന്തോഷമാവും. ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജീവനുണ്ടെങ്കിലല്ലേ കല്യാണം അയക്കാൻ പറ്റൂ. അതല്ലേ പറഞ്ഞേ. ഇപ്പോൾ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം. നിനക്ക് പഠിക്കണ്ടേ? അയ്യടാ, കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് പഠിക്കാൻ പറ്റില്ലേ? പഠിക്കുന്നു, സ്കോളർഷിപ്പ് മേടിക്കുന്നു, US പോകുന്നു, നീയും കൂടെ വരുന്നു.
അയ്യോ 9 മണിയായി. ലേറ്റായ ബ്ലോക്ക് കിട്ടും. അവിടെ എത്തണ്ടേ? ഞാൻ ഷർട്ട് മാറണ്ട്. കുളിച്ചിട്ട് വരണേ, ഫോട്ടോ എടുക്കാനുള്ളതാ. ആ ഇത് പിടിച്ചോ. അക്ക ഫോട്ടോസ്. എടോ, നീ ശരിക്കും ആലോചിച്ചിട്ടല്ലേ? പോണെങ്കിൽ ഇപ്പൊ പോയിക്കൊള്ളണം, പിന്നെ പറ്റൂല. പോവാ. ഇവിടെ എന്താ? ഇത് മൊത്തത്തിൽ അത്യാവശ്യം ചെലവുള്ള പരിപാടിയല്ലേ? ചെലവിന് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയുടെ ആ റെസീറ്റ് എടുത്തില്ല. ഇരുന്നു. ആ യശോ പറയ്. അത് നീ തന്നെ അല്ലേ മതി. ആ 15-ാം തീയതി ഒരു പരിപാടി വെക്കാറ് ഇവിടെ വരാനുള്ളത്. എന്നാ പിടിച്ചോ. അതെ, ടാർജറ്റ് മീറ്റിൽ ജോലി പോവും. അതൊക്കെ ശരിയായിക്കോളും. പിന്നെ ജോലി കളയണ്ടട്ടാ. ಆನಂದ್ ಬಾಲಕೃಷ್ಣನ್. ನೋಡಮ್ಮ, ನಿಮ್ಮಿಬ್ಬರು ಜಾತಿ ಕುಲ ಗೋತ್ರ ಯಾವುದು ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ. ನಿಮ್ಮ ತಂದೆ ತಾಯಿ ಏನು ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ದಾರೆ ಅಂತ ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ. ನಾಳೆ ಏನಾದರೂ ಪೊಲಿಟಿಕಲ್ಲು ಜಾತಿ ಗೀತಿ ಅಂತ ಹೇಳ್ಕೊಂಡು ಯಾರಾದರೂ ಬಂದರೆ ನಮ್ಗೆ ತುಂಬ ರಿಸ್ಕ್ ಆಗುತ್ತೆ. ಸೈನ್ ಮಾಡಿ. സാറെന്താ പറഞ്ഞേ? അപ്പൊ നിനക്കൊന്നും മനസ്സിലായില്ലേ? പൊടോ കളിയൊക്കെ. അതായത് നാട്ടിൽ നിന്ന് കച്ചണ്ട കാര്യം വന്നിട്ടില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് കല്യാണം കഴിക്കണം. പോരെ? ആ തുളച്ചേട്ടാ, നന്ദു എന്തു പറ്റി? നന്ദു, കാര്യം എന്താന്ന് പറ. രണ്ടും പോയി. ഞായറാഴ്ചയാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. സഖാവൂടെ പങ്കെടുക്കണം. എനിക്ക് വരാൻ കഴിയില്ല. അവിടെ വന്നാൽ ചിലപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിർബന്ധിക്കുന്നില്ല. പക്ഷേ സഖാവ് ദിനേശിൻ്റെ അഭാവത്തിൽ
സഖാവ് രാധിക പാർട്ടിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കണമെന്നാണ് പാർട്ടിൻ്റെ തീരുമാനം. ദിനേശ് ചേട്ടൻ പാർട്ടിയിൽ വഹിച്ചിരുന്ന ചുമതലകൾ എന്നെപ്പോലൊരു പെണ്ണിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദയവായി എന്നെ ഒഴിവാക്കണം. എനിക്കൊരു മോനുണ്ട്. എനിക്കൊരു ജോലിയുള്ളതുകൊണ്ട് ഞാൻ അവനെ എങ്ങനെയും വളർത്തും. ഞാൻ പോട്ടെ. ഓന്റെ കൈ ശരിയല്ല. എന്തോ എന്നാ പിന്നെ നീ ഇട്. ആരെങ്കിലും ഒരാൾ ചെയ്യറാ. നീ എത്ര കാലം ഒന്ന് വെച്ചിട്ടാ ഇവിടെ എങ്ങനെ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യമൊക്കെ വക്കീലിനോട് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ ആ ബാലകൃഷ്ണൻ വക്കീലിൻ്റെ ഇടയ്ക്ക് ബാ, ഞാൻ അവിടെ ഉണ്ടാവും. നീ എന്നെ അക്കരാക്കിയിട്ട് ഓനും കുട്ടിയോടെ ബാ. പോയിട്ട് വരാം. ഇന്നത്തെ ദിവസം പോക്കാം. നന്ദു, ആയിച്ചി എന്നാ ചേച്ചി വക്കീല് പറയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിടികൊടുക്കാൻ. പക്ഷെ മോനെ നീ ചെയ്തേക്കറ്. ഉപേന്ദ്രേട്ടനെ പോലെ നിന്നെ ലിസ്റ്റ് പെടുത്താനുള്ള പരിപാടിയാണ്. ഞാൻ പറയാണ്ട് തന്നെ എനിക്കറിയാലോ ഒരു പ്രാവശ്യം കേസ് പെട്ടാൽ എന്താ ഉണ്ടാവുകയെന്ന്. എൻ്റെ അമ്മോനും ഉണ്ണിയേട്ടനും കൂടി ഇന്നലെ മാഷ കാണാൻ വന്നിന്. അവർ തമ്മിൽ പറഞ്ഞൊക്കെ ഞാൻ കേട്ട്. ഓന് നാട് വന്നിട്ടുണ്ടല്ല, എന്തെല്ലാം കച്ചറ ഉണ്ടാക്കി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. മുട്ടേന്ന് വിരിഞ്ഞ കാലം തൊട്ട് ഓനെ കാണുന്നതല്ലേ. ഓൻ നമ്മുടെ കൂടെ നടന്ന ചെക്കനല്ലേ. വന്ന് ആ ചെക്കൻ ഇപ്പം നമ്മുടെ ഒപ്പരാന്നോ മാർക്സിസ്റ്റുകാരുടെ ഒപ്പരാന്നോ തിരിയാണ്ടായി പോയിനി. കൂടെ നിർത്തണം. ആനന്ദിനെ പോലത്തെ ചെറുപ്പക്കാരുടെ പഠിപ്പും ആത്മാർത്ഥതയല്ലാന്ന് നമ്മളെ രാഷ്ട്രത്തിന്റെ ഭാവി. ഏതായാലും നന്ദ് പോയിട്ട് പോലീസിന് പിടികൊടുക്കട്ടെ. നമ്മുടെ പ്രവർത്തകരും പ്രവർത്തനമെല്ലാം ആവുമ്പോഴത്തേക്കും ഓന് കുറച്ച് മാറ്റം ഉണ്ടാവും. അതിന് ഓനല്ലല്ലോ, ജഗദീശനല്ലേ. ഓ എന്താ ഗോയിന്നേട്ടാ, ഇതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിരടാ. ആ ജഗനാണ് നിന്റെ കേസിന് ബലം കൂടും. നന്ദു ആകുമ്പോൾ കേസ് തള്ളിപ്പോവും. ഒരു കുഴപ്പം വരില്ല. നന്ദുവിൻ്റെ അച്ഛനോട് ഞാൻ എന്നാ പറയാ, വാത്സല്യം കൊണ്ട് അന്ധനായി പോറ. 1970 കങ്കനാടിന്ന് പാക്കും തൂക്കി ഈട വരുമ്പോൾ എനക്കുണ്ടായിരുന്നുള്ള ഒരമ്മ ക്ലായിക്കോട്ടമ്പലത്തിൻ്റെ മുമ്പിൽ ആലിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഞാൻ നിനക്ക് ദണ്ഡ എടുത്ത് തരുമ്പോൾ അന്ന് നിനക്ക് എത്രയോ വയസ്സ്? 5 or 6 ആയിട്ടുണ്ടാവും. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളെ എന്തെല്ലാം കണ്ടു, എന്തെല്ലാം സഹിച്ചു. അങ്ങനെയല്ല അല്ലേപ്പാ നമ്മൾ ഈ നിലയിലെത്തിയത്. കോയന്നിട്ട് പോയിട്ട് ഓനോട് വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറ. ലീഗൽ പോയിന്റ്സ് ഒക്കെ ബാലകൃഷ്ണ വക്കീൽ പറഞ്ഞു കൊടുക്കും. മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ലെങ്കിൽ പുറത്തിറങ്ങാൻ 2-3 മാസം എടുക്കും. അപ്പം പിന്നെ എൻ്റെ ജോലീൻ്റെ കാര്യം എന്താ? എല്ലാം ഗോവിനാട്ടൻ നോക്കിക്കോളും. എന്തായാലും ഗോവിനാട്ടൻ പറയപ്പൊടിച്ചേ. എൻ്റെ കാര്യങ്ങളിൽ ഞാൻ നോക്കിക്കോളാം. തുളച്ചേട്ടാ ഫോണൊന്നും തരുമോ? ഫോണ് ബാലൻസ് കുറവാ. അമ്മ ഞാനെന്താന്ന് ഇതാരുടെ നമ്പറാ? എൻ്റെ ഫോൺ ഓണാക്കാൻ കഴിയൂല. പോലീസ് ട്രേസ് ചെയ്യും. 3 മണിക്ക് എനിക്ക് കാവിലേക്ക് വരാൻ പറ്റുമോ? ഞാൻ വരാം. നന്ദു ആയോ? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യും. അച്ഛാ,
ഞാൻ ലീലേൻ്റെ അവിടെ വരെ പോയിട്ട് വരാം. നീ എങ്ങനെ പോലെ? ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പോ. ആ ആ ഇതിലുണ്ട്. ആധാർ കാർഡ്. ഏട്ടാ ഇതിൻ്റെ 2 കോപ്പി. അന്നെന്താ നടന്നതെന്നറിയോ? ലീല എന്നോടെല്ലാം പറഞ്ഞു. നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ മൈസൂർ പോവാ. നീ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി. അവിടെ പോയാലും പോലീസ് പിടിക്കൂലേ? ഞാൻ രാധികേച്ചിനോട് സംസാരിച്ചിട്ട് കേസ് എങ്ങനെയാലും പിൻവലിപ്പിക്കാൻ നോക്കാം. അത് വേണ്ടാമോ, അത് നടക്കൂല. ഇതിലൊക്കെ വേറെ ഒരുപാട് കളികളുണ്ട്. എന്നെ രക്ഷിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പോലീസ് സഖാവേ നമസ്കാരം. നമസ്കാരം. ദിനേശന്മാരുടെ കേസിൽ പ്രതി അന്വേഷിച്ച് വടക്കേക്കാവ് വരെ ഒന്ന് പോയതായിരുന്നു. ഈ കുട്ടിയെ അവിടെ വെച്ചാണ് കണ്ടത്. അന്വേഷണത്തിന് നല്ല പ്രോഗ്രസ് ഉണ്ട്. ഇത് ജസ്റ്റ് മിസ്സായി. പക്ഷെ ഞങ്ങൾ ഉടനെ അവനെ പൊക്കും. ശരി സഖാവേ. വണ്ടി എടുക്കും.